ഒരുപാട് റിക്വസ്റ്റ് വന്നിട്ടുള്ള നോ ബേക്ക് മാംഗോ ചീസ് കേക്കിന്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന്റെ ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ അമ്പോ ഒരു രക്ഷയില്ല, അപാര ടേസ്റ്റാണ്. എല്ലാവർക്കും ഉണ്ടാക്കാവുന്ന രീതിയിലാണ് നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. സാധാരണ ചീസ് കേക്ക് ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണിത്. നമ്മുടെ നോ ബേക്ക് മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്ക് ക്രീം ചീസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി 2 പാക്കറ്റ് പാല്, 1 ലിറ്റർ പാലാണ് പാനിലൊഴിക്കുന്നത്. അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ക്രീം ചീസൊക്കെ എല്ലായിടത്തും ഒന്നും വാങ്ങിക്കാനൊന്നും കിട്ടില്ല, വാങ്ങിക്കാനാണെങ്കിലും നല്ല വിലയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത് ക്രീം ചീസും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ഈ ഒരു കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അത് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരാണ് ഒഴിക്കേണ്ടത്. ഈ പാല് തിളയ്ക്കുന്നതിന് മുമ്പേ ഒഴിക്കരുത്, അപ്പോൾ ചീസ് അങ്ങ് കട്ടിയായി പോവും. നന്നായിട്ട് തിളച്ച് വരില്ലേ, ആ സമയത്ത് ഒഴിച്ചാൽ മതി. തീ കുറച്ച് വെച്ചിട്ട് ഒഴിച്ചാൽ മതി. നാരങ്ങ നീര് 3 പ്രാവശ്യമായിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി, ഒരുമിച്ച് ഒഴിക്കേണ്ട. ഇളക്കിക്കൊണ്ടേയിരിക്കാം. അപ്പോൾ തന്നെ നമുക്കിത് കാണാൻ പറ്റും, പാലൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് വരുന്നത്. പിരിഞ്ഞ് വരുന്ന ആ വെള്ളം ഒന്ന് പച്ച കളറാവും. ആ സമയത്ത് ഓഫാക്കി പെട്ടെന്ന് തന്നെ അരിപ്പയിലൂടെ അരിച്ചൊഴിക്കാം. വീണ്ടും അടുപ്പത്ത് വെച്ച് തിളപ്പിച്ചുകൊണ്ടിരുന്നാലും നമ്മുടെ ചീസ് കട്ടിയായി പോവേ. ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടെ അരിച്ചങ്ങ് ഒഴിക്കാം. ഇനി ഈ വെള്ളം അങ്ങ് മാറ്റി കൊടുക്കാം. ഈ വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മളിത് ചപ്പാത്തിക്കൊക്കെ മാവ് കുഴയ്ക്കാനും ഒക്കെ നല്ലതാണ്. ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് ഉപയോഗിക്കാം. കാരണം നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു വാട്ടറാണിത്. ഇത് നമുക്ക് നല്ല ചൂടുവെള്ളം ഒഴിച്ച് തന്നെ ഒന്ന് കഴുകി കൊടുക്കാം. ആ ചെറുനാരങ്ങയുടെ അധികമായിട്ടുള്ള ആ പുളിപ്പൊന്ന് മാറാൻ വേണ്ടിയാണ്. ഇനി അത് അവിടെ ഇരിക്കട്ടെ, ഒന്ന് തണുത്ത് വരട്ടെ. ഇനി ഇതിൻ്റെ വലിയ ചൂടൊന്ന് മാറിയിട്ടുണ്ട്, ഒരുപാട് തണുത്തിട്ടൊന്നുമില്ല. ചെറിയ ചൂടോടുകൂടി തന്നെ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1/4 ടീസ്പൂൺ വാനില എസൻസും ഒരു 4 ടേബിൾ സ്പൂൺ ക്രീം ചേർത്ത് കൊടുക്കാം. ഞാൻ ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. ഫ്രഷ് ക്രീം ആണെങ്കിൽ ഫ്രഷ് ക്രീം ചേർക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ പാലായാലും മതി. ടേസ്റ്റിന് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഇപ്പം നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ക്രീം പോരാന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ക്രീം ഒഴിച്ചു കൊടുക്കാം. വേണ്ട, നല്ല ക്രീമി ആയിട്ടുള്ള ക്രീം ചീസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതവിടെ മാറ്റി വെക്കാം. ഇപ്പോൾ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഇപ്പോൾ ക്രീം ചീസൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ ഒരു 200 ഗ്രാമൊക്കെ എടുത്തിരുന്നാൽ മതി. ഇനി നമുക്ക് നല്ല പഴുത്ത മാങ്ങ എടുക്കണം. അധികം പുളിയില്ലാത്ത, അധികം നാരില്ലാത്ത മാങ്ങ എടുക്കുക കേട്ടോ നല്ലത്. ഇപ്പം ഞാനതൊരു 4 മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട്. മാങ്ങയുടെ വലുപ്പത്തിനനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമല്ലോ. നമുക്കത് അരച്ചെടുത്തിട്ട് അളവ് പറയാം. ഇതിപ്പം 1.25 കപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ 1.5 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് പഞ്ചസാരയും 1 നുള്ളു ഉപ്പും 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് ഒന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് തന്നെ ഒന്ന് ലൂസായിട്ട് വരും. അതൊന്ന് കുറച്ചൊന്ന് ടൈറ്റാക്കി മാങ്ങ ഒന്ന് വെന്ത് വരട്ടെ. നമ്മളെപ്പോഴും ചീസ് കേക്ക്, മാംഗോ ചീസ് കേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചൂടാക്കി ഒന്ന് വേവിച്ചതിന് ശേഷം ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ചീസ് കേക്ക് കൂടുതൽ ദിവസം സൂക്ഷിച്ച് വെക്കാൻ പറ്റും. നല്ല ടേസ്റ്റി ആയിരിക്കും. വേവിക്കാതെ ചേർക്കുന്ന സമയത്ത് മാങ്ങയുടെ ആ ഒരു ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും കുറച്ച് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ വെച്ച് ഒന്ന് തിളപ്പിച്ചിട്ടുണ്ട്. ഇതുകൊണ്ട് അപ്പോഴത്തേക്ക് നല്ല ബ്ലും 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 എന്ന് പറഞ്ഞ് തിളയ്ക്കുന്നുണ്ട്. ഇത് മതി. ഇത് നമുക്ക് ഓഫാക്കി കൊടുക്കാം. നന്നായിട്ട് തണുത്ത് വരട്ടെ. ഇനി നമുക്ക് ചീസ് കേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ സ്പ്രിംഗ് പാൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു പാത്രം എടുത്തിരുന്നാലും മതി. റൗണ്ടോ സ്ക്വയറോ ഏതായാലും കുഴപ്പമില്ല. ഞാൻ 2ലും ചെയ്ത് കാണിക്കാം. അപ്പോൾ സ്പ്രിംഗ് പാൻ ഇല്ലാത്തവർക്കും ചെയ്യാമല്ലോ. ഇനി ഈ പാത്രത്തിലേക്ക് നമുക്ക് സാധാരണ ഏതെങ്കിലും ഒരു പ്ലാസ്റ്റിക് കവർ ഉള്ളിലേക്ക് അങ്ങ് ആക്കി വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ചീസ് കേക്കിന്റെ ബേസ് ആണ്. അത് നമ്മൾ ബിസ്ക്കറ്റ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഏത് ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ശരിക്കും ഈ ഒരു കേക്കിന്റെ ബേസിന് ഏറ്റവും നല്ലത് ഗുഡ് ഡേ ബിസ്ക്കറ്റ് പോലത്തെ ബിസ്ക്കറ്റുകളാണ് കേട്ടോ. അപ്പോൾ ഗുഡ് ഡേ തന്നെ വേണമെന്നില്ല, അതുപോലത്തെ പല കമ്പനികളുടെ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ, ഏത് വേണമെങ്കിലും എടുക്കാം. എന്ന് വെച്ചാൽ പൊടിച്ചു കഴിയുമ്പം ഒരുപാട് അങ്ങ് പൗഡർ പോലെ ആയി പോവാത്ത ബിസ്ക്കറ്റാണ് ഏറ്റവും നല്ലത്. എൻ്റെ അടുത്ത് പക്ഷേ ആരോ റൂട്ടിൻ്റെ ബിസ്ക്കറ്റ് ഒരുപാടുണ്ട്, ചിലവാവാതിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അതെടുക്കാമെന്ന്. അത് കുഴപ്പമൊന്നുമില്ല, എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. പക്ഷെ കൂടുതൽ ടേസ്റ്റും ടെക്സ്ചർ വൈസും ഒക്കെ നല്ലത് ഗുഡ് ഡേ പോലത്തെ ബിസ്ക്കറ്റുകളാണ്. ഞാനിപ്പോൾ ആരോ റൂട്ടിൻ്റെ 18 ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയാലൊന്നും പ്രശ്നമൊന്നുമില്ല. കാരണം തിൻ ബേസ് മതിയെങ്കിൽ അതെടുക്കാം. കുറച്ച് തിക്ക് ബേസ് വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ബിസ്ക്കറ്റ് എടുത്തിരുന്നാൽ മതി. ഇപ്പോൾ ആരോ റൂട്ട് ആയതുകൊണ്ട് മധുരം കുറവാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗുഡ് ഡേ ബിസ്ക്കറ്റ് ആണെങ്കിൽ വേറെ ഏത് ബിസ്ക്കറ്റ് ആണെങ്കിലും മധുരം എക്സ്ട്രാ ചേർക്കേണ്ട ആവശ്യമില്ല. ഞാൻ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. അതൊന്നുകൂടെ പൊടിച്ചെടുക്കാം. അത് പൊടിച്ചെടുത്തിട്ടുണ്ട്. നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടില്ലേ, നല്ല ഫൈൻ പൗഡർ ആയിട്ടുണ്ട്. ഇത്ര പൗഡർ ആവരുത്. അപ്പം ഗുഡ് ഡേ ബിസ്ക്കറ്റ് ഒന്നാണെങ്കിൽ ഇതുപോലെ പൊടിയായി പോവില്ല. ഇനി നമുക്കിതിലേക്ക് മെൽറ്റഡ് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3-4 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ബട്ടറിന് പകരം നെയ്യ് ചേർക്കാം. ഒന്ന് മെൽട്ടാക്കിയിട്ട് ചേർത്താൽ മതി.
ബട്ടറിൻ്റെ അളവ് കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ. ചിലപ്പം കൂടുതൽ വേണ്ടി വരും. ചേർത്തതിന് ശേഷം നമ്മൾ കൈകൊണ്ട് നന്നായിട്ടൊന്ന് ഞരടി കുഴച്ച് നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന ഒരു പാകം അത്രമാത്രം ബട്ടർ ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് പൊടിഞ്ഞു പോകും, നമുക്ക് കഴിക്കാനായിട്ട് എടുക്കാൻ കിട്ടില്ല. അപ്പോൾ നമ്മളതെടുത്ത് ഉരുട്ടി പക്ഷെ പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് 2 ടേബിൾ സ്പൂണും കൂടെ ചേർക്കുന്നുണ്ട്. അതോടെ ചേർത്ത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് കുഴച്ച് ഇപ്പം നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഒരു നനവും ഉണ്ട്. ഈ ഒരു പാകത്തിന് വേണം എടുക്കാനായിട്ട്. നമുക്ക് വേണമെങ്കിൽ മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കാനായിട്ട് ഈ ഒരു പോർഷൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ. ബിസ്ക്കറ്റിൻ്റെ പോർഷൻ ഇല്ലാതെയും നമുക്ക് ചെയ്തെടുക്കാം. പക്ഷെ കുറച്ചുകൂടെ ടേസ്റ്റ് ഈ ഒരു ലെയറും കൂടെ വരുമ്പോഴാണ്. ഈ പാനിലേക്ക് കുറച്ച് ആ ബട്ടർ കുറച്ചൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഈ ബിസ്ക്കറ്റ് പൊടിച്ചത് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. സ്പൂൺ വെച്ച് തന്നെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്കിത് വേണമെങ്കിൽ പ്രസ് ചെയ്യാനായിട്ട് സ്റ്റീലിൻ്റെ ഗ്ലാസ്സോ ഇതുപോലത്തെ ഒരു പാത്രമോ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് അവിടെ അമർന്നങ്ങ് ഇരുന്നോളും. ഇനി നമ്മുടെ കുട്ടി പാത്രത്തിന് വേണ്ടിയിട്ട് ആരോ റൂട്ട് ബിസ്ക്കറ്റ് അല്ല എടുക്കുന്നത്. എൻ്റെ അടുത്ത് മോംസ് എന്ന് പറഞ്ഞിട്ട് ഒരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു. ഗുഡ് ഡേ പോലത്തെ ബിസ്ക്കറ്റാണ്. ഒരു 5-6 ബിസ്ക്കറ്റ് എടുത്ത് പൊടിച്ചെടുക്കാം. അതിൽ പഞ്ചസാരയൊന്നും വേണ്ട. അത് പൊടിച്ച് അതിലേക്ക് ബട്ടറും ചേർത്ത് മിക്സ് ആക്കി എടുത്തതാണ്. അത് നമുക്ക് പാത്രത്തിൽ വെച്ച് പ്ലാസ്റ്റിക് കവറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണേ. സ്പൂൺ വെച്ചോ കൈ വെച്ചോ ഒക്കെ പ്രസ് ചെയ്യാം. നമ്മുടെ 2 ബേസും റെഡി ആയിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോഴത്തേക്കും ബാക്കിയൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടതാണ് ജലാറ്റിൻ. ഞാൻ ഈ ഒരു ജലാറ്റിനാണ് കേട്ടോ എടുക്കുന്നത്. എല്ലാ കടകളിലും അവൈലബിൾ ആയിട്ടുള്ള ജലാറ്റിനാണ്, അതുകൊണ്ടാണ് ഇത് തന്നെ എടുക്കുന്നത്. ഇത് നമുക്കൊരു 2.5 ടീസ്പൂൺ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ ചൂട് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കി ഒന്ന് മെൽറ്റാക്കി എടുക്കാം. അതൊന്ന് ഇളക്കുമ്പോഴത്തേക്കും ഒരു 50% ഒക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ടാവും. ഇനി നന്നായിട്ട് മെൽറ്റാക്കി എടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ നല്ല തിളച്ച വെള്ളം വെച്ചിട്ടുണ്ട്. ആ വെള്ളത്തിലേക്ക് ഈ ഒരു ബൗൾ ഇറക്കി വെച്ച് ഇളക്കി കൊടുത്തിരുന്നാൽ മതി. പെട്ടെന്ന് മെൽറ്റായി വന്നോളും. മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ. മെൽറ്റാവാതെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നല്ല തിക്കായിട്ട് കിട്ടില്ല നമ്മുടെ ചീസ് കേക്ക്. അപ്പം നല്ലപോലെ മെൽറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3-4 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ ആ ജലാറ്റിൻ്റെ ആ ഒരു സ്മെല്ല് അങ്ങ് മാറിക്കിട്ടും. ഇതുണ്ടല്ലേ, ഇതിപ്പോൾ നല്ല ക്ലിയർ ആയിട്ടുണ്ട്. ഇത് മതി. ഇപ്പോൾ നമ്മുടെ മാംഗോ പ്യൂരി നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അത് നമ്മുടെ ചീസ് ഇളക്കി കൊടുക്കാം. ചീസൊക്കെ വേണമെങ്കിൽ തലേദിവസമേ ചെയ്ത് വെക്കാം. ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ റൂം ടെമ്പറേച്ചറിലാക്കിയിട്ട് മാത്രമേ മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. ഇനി നമുക്ക് ഈ മാംഗോ പ്യൂരി ക്രീം ചീസിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിക്കേണ്ട, കുറച്ച് മാറ്റി വയ്ക്കാം. ഇപ്പം ഇത്രയും മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു 1/4 കപ്പൊക്കെ ഉണ്ടാവും. ഇനി ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കാം. രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിപ്പിംഗ് ക്രീമാണ്. 1 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിന് പകരം ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർക്കാം. വിപ്പിംഗ് ക്രീമിൽ മധുരമുള്ളതാണ്. ഇപ്പോൾ ഫ്രഷ് ക്രീമാണ് ചേർക്കുന്നതെങ്കിൽ ഒരു 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണേ. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെറുനാരങ്ങയുടെ തൊലി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കുറച്ച് മതി. അത് തൊലി ഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പുറം ഭാഗത്തെ ആ ഒരു മഞ്ഞ മാത്രം ഗ്രേറ്റ് ചെയ്യുക. ഉള്ളിലത്തെ വെള്ള വരരുത്. അപ്പോൾ ഒരു കയ്പ്പ് രസം വരും. ഇത് ചെറുനാരങ്ങയുടെ തൊലി ഗ്രേറ്റ് ചെയ്തത് ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതുകൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇത് നമ്മുടെ ജലാറ്റിൻ നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലതുപോലെ മിക്സ് ആക്കണം. നല്ലതുപോലെ വടിച്ചെടുത്ത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണേ. മിക്സ് ആയിട്ടുണ്ട്. നമുക്ക് പാനിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫ്രീസറിൽ വെച്ചൊന്ന് നന്നായിട്ട് തണുത്തിരിക്കുന്ന പാനാണ്. മുഴുവൻ ഒഴിക്കേണ്ട, നമുക്ക് കുട്ടി പാനിലേക്കും വേണം. അത് ഒഴിച്ച് എല്ലായിടത്തും ഒന്ന് ലെവലാക്കിയിട്ടുണ്ട്. ബാക്കിയുള്ളത് മുഴുവനായിട്ട് നമ്മുടെ കുട്ടി പാനിലേക്കൊന്ന് ഒഴിച്ചിട്ടുണ്ട്. നല്ല ഒന്ന് തട്ടിക്കൊടുത്തൊന്ന് ലെവലാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 1/2 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ബാക്കി അടുത്ത ലെയറിനുള്ളത് ചെയ്തെടുക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മാംഗോ പ്യൂരി ഇല്ലേ, ആ പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഒരു നുള്ളു ഉപ്പും ചേർത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തൊന്ന് തിളപ്പിച്ചെടുക്കാം. അത് തിളച്ച് വരട്ടെ. ആ സമയത്ത് നമുക്ക് 2 ടീസ്പൂൺ ജലാറ്റിൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം, തിളച്ച വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം. നേരത്തെ പോലെ തന്നെ ചൂടുവെള്ളത്തിൽ വെച്ച് ഒന്ന് മെൽട്ടാക്കിയെടുക്കാം. ജലാറ്റിനൊക്കെ നമ്മൾ മെൽറ്റ് ചെയ്യുന്ന സമയത്ത് ഇത് നന്നായിട്ട് മെൽറ്റായി എന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ പുഡിങ്ങോ ചീസ് കേക്കോ ഒക്കെ അത് സെറ്റായി കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. മെൽറ്റായി കഴിയുമ്പോൾ ഒരു 3 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഓഫ് ആക്കിയിട്ടുണ്ടായിരുന്നേ. ഒന്ന് തിളച്ചാൽ മതി. നമുക്ക് ജലാറ്റിൻ അതിലേക്ക് ഒഴിച്ചൊന്ന് മിക്സ് ആക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പാന് ഫ്രീസറിൽ 1/2 മണിക്കൂർ വെച്ച് സെറ്റാക്കി എടുത്തതാണ്. ഇപ്പോൾ നല്ല തിക്കായിട്ടുണ്ട്. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കൂടുതൽ സമയം എടുക്കും. അതുകൊണ്ടാണ് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുന്നത്. കാരണം ജലാറ്റിനൊക്കെ മിക്സ് ചെയ്ത് ഒരുപാട് സമയം ആ പാത്രത്തിൽ തന്നെ ഇരുന്ന് കട്ടിയായി പോകും. അപ്പം ഇതിലേക്ക് ഒഴിക്കാനായിട്ട് പറ്റില്ല. അപ്പം പെട്ടെന്നെല്ലാം ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയാണ് ഫ്രീസറിൽ വെക്കുന്നത്.
ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ മാംഗോ പ്യൂരിയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. ചെറിയൊരു ചൂടുണ്ട്, ഒരു നല്ല ചൂടോട് കൂടി ഒഴിക്കേണ്ട, ഇളം ചൂടായാലും കുഴപ്പമൊന്നുമില്ല. ഒഴിക്കുമ്പം തവിയിൽ കോരി പതുക്കെ അങ്ങ് ഒഴിച്ചു കൊടുത്തിരുന്നാൽ മതി, കുത്തി ഒഴിക്കല്ലേ. അപ്പോൾ നമ്മുടെ കുട്ടി ചീസ് കേക്കിൻ്റെ മുകളിലേക്കും ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ചീസ് കേക്ക് റെഡി. ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരണം. മാംഗോ ചീസ് കേക്കൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് കിട്ടുക. പെട്ടെന്ന് വേണമെന്നുണ്ടെങ്കിൽ ഫ്രീസറിലൊക്കെ വെച്ച് എടുക്കാം, പക്ഷേ ഞാനിത് ഓവർനൈറ്റ് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. രണ്ടും വെച്ച് കൊടുക്കാം. അപ്പോൾ നെക്സ്റ്റ് ഡേ ആയിട്ടുണ്ട്. ചീസ് കേക്കിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ വേണ്ടേ, അപ്പോൾ അതിന് വേണ്ടി ഒരു മാങ്ങ എടുത്ത് ഒന്ന് നമ്മുടെ മെഷറിങ് സ്പൂണാണ്, അത് വെച്ച് ജസ്റ്റ് വട്ടത്തിലങ്ങ് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുകയാണ്. ചെറിയൊരു റൗണ്ടിൽ മാങ്ങ കിട്ടാനായിട്ട്. മാംഗോ ചീസ് കേക്ക് അല്ലേ, മാങ്ങ തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമ്മുടെ ചീസ് കേക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരു സ്റ്റീലിൻ്റെ ചെരുവം കമത്തി വെച്ചിട്ടുണ്ട്, അതിൻ്റെ മുകളിലാണ് വെച്ചിട്ടുള്ളത്. എന്നിട്ട് പതുക്കെ നമുക്ക് സ്പ്രിംഗ് പാൻ അങ്ങ് തുറന്നു കൊടുക്കാം. എന്നിട്ട് ആ റിങ് അങ്ങ് പതുക്കെ അങ്ങ് താത്തി കൊടുത്താൽ നമുക്കിങ്ങ് എടുക്കാം. അടിപൊളി, നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് വെച്ച് കൊടുക്കാം. മുറിച്ച് വെച്ച മാങ്ങയുടെ കഷ്ണങ്ങളങ്ങ് വെച്ച് കൊടുക്കാം. ഒരു 4 പീസ് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ചെറിയും വെച്ചിട്ടുണ്ട്. നമുക്ക് മിൻറ്റ് ലീഫും കൂടെ ഒന്ന് വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. അടിപൊളി, നല്ല ഭംഗിയായിട്ടുണ്ട് കാണാനായിട്ട്. ഇനി നമുക്ക് കട്ട് ചെയ്യാനേ. നല്ല സോഫ്റ്റാണ്. കട്ട് ചെയ്യുമ്പം കട്ട് ചെയ്തിട്ട് കത്തി തുടച്ചിട്ട് അതിൻ്റെ മുകളിൽ വെക്കാവുള്ളൂ, അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ താഴത്തെ പോർഷൻ വരെ വരും. നമുക്കതങ്ങ് എടുക്കാം. അങ്ങനെ എടുത്ത് പ്ലേറ്റിൽ വെച്ച് കൊടുക്കാം. ഒരു ചെറിയ മിൻറ്റ് ലീഫ് കൂടി ഇരിക്കട്ടെ. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കഴിക്കട്ടെ. അമേസിങ് ടേസ്റ്റാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റമാണ്. ബിസ്ക്കറ്റിൻ്റെ ലെയർ അടിയിലാണ് കേട്ടോ, പുറമേക്ക് കാണുന്നില്ല, അടിയിൽ നിന്ന് ഉണ്ട്. അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ആ ഒരു ചീസ് കേക്കിൻ്റെ ആ ഒരു പോർഷൻ, അത് എൻ്റെ ടേസ്റ്റ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വാങ്ങിച്ച് ബേക്കറികളിലൊക്കെ വാങ്ങിച്ച് കഴിക്കുന്നതിലും ടേസ്റ്റി ആട്ടോ. ഞാൻ പല പ്രാവശ്യവും വാങ്ങിച്ച് കഴിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിന് ഒരു വല്ലാത്തൊരു ടേസ്റ്റ് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. അത് ആ ക്രീം ചീസിൻ്റെ ആ ഒരു ഫ്ലേവറാണ്. എല്ലാവർക്കും ആ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടണമെന്നുമില്ല. പക്ഷേ ഈ ഒരു നമ്മുടെ ക്രീം ചീസ് കേക്കിന് അങ്ങനത്തെ ഒരു റോ ടേസ്റ്റും ഇല്ല. നല്ല ടേസ്റ്റി ആയിട്ടുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണ്. പിന്നെ അതിൻ്റെ മുകളിലത്തെ ലെയർ അടിപൊളി ടേസ്റ്റാണ്. അതിൽ ജലാറ്റിൻ്റെ അളവ് കൂടിപ്പോകരുത് കേട്ടോ. നമ്മൾ ജലാറ്റിൻ്റെ അളവ് കൂട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു ഉറപ്പായിരിക്കും, നമുക്കത് കഴിക്കുമ്പോൾ തന്നെ ആ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടില്ല. ഇതെന്ന് പറഞ്ഞാൽ നമ്മൾ വായിലേക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ മെൽറ്റായി പോകുന്ന ഒരു ടെക്സ്ചറാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് നല്ല ടേസ്റ്റിയാണ്. പിന്നെ ജലാറ്റിൻ എടുക്കുമ്പോൾ ഒരുപാട് പഴകിയ ജലാറ്റിനൊന്നും എടുക്കാതിരിക്കുക, ഫ്രഷ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. ഇനി നമുക്ക് നമ്മുടെ കുട്ടി ചീസ് കേക്ക് എടുക്കാം. നമുക്കിത് എടുക്കാനായിട്ട് വളരെയധികം എളുപ്പമാണ്. ആ പ്ലാസ്റ്റിക് കവർ പിടിച്ചങ്ങ് പൊക്കിയാൽ മതി. എന്നിട്ട് പതുക്കെ ആ പ്ലാസ്റ്റിക് കവർ അങ്ങ് നീക്കി കയ്യിലോട്ടങ്ങ് എടുക്കാം. ചെറുതാണെങ്കിൽ, വലുതാണെന്നുണ്ടെങ്കിൽ നേരെ പതുക്കെ തട്ടി പ്ലേറ്റിലേക്ക് അങ്ങ് ആക്കി കൊടുത്താൽ മതി. അടിപൊളി, നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. താഴത്തെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഇത് നമുക്ക് എടുത്തിങ്ങനെ കടിച്ച് കഴിക്കാവുന്നതേ ഉള്ളൂ. ഞാൻ കഴിക്കട്ടെ. ടേസ്റ്റിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ, സെയിം ടേസ്റ്റ് തന്നെയാണ്. പക്ഷേ അടിയിലത്തെ ആ ഒരു ബിസ്ക്കറ്റിൻ്റെ ലെയർ ഇതാണ് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്നല്ലേ, വളരെയധികം ലക്ഷൂറിയസ് ആയിട്ടുള്ള ഒരു കോസ്റ്റ്ലി കേക്കാണ്. ഈ ഒരു കേക്ക് നമ്മൾ ഒരു പീസൊക്കെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് 200 റുപ്പീസൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു കിലോ വരുന്ന ഒരു കേക്കാണ്. ഈ ഒരു കേക്കിന് നമുക്കൊരു 1400-1500 രൂപയൊക്കെ സെയിൽ ചെയ്യുമ്പോൾ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. മാംഗോ സീസൺ കഴിയുന്നതിന് മുന്നേ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അടുത്തൊരു അടിപൊളി റെസിപ്പി ആയിട്ട് കാണാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.